ജോലിക്ക് പോകണോ? വയ്യ, ലീവ് എടുക്കാം. അടുത്ത ആഴ്ച എക്സാമാണ്, ഒരാഴ്ചയല്ലേ, പിന്നെ പഠിക്കാം. ഇത് ചെയ്താൽ കൊള്ളാം അല്ലേ? വേണ്ട, നല്ല പണിയാണ്, വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്? ഇങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് മാറ്റി വെക്കുന്നവരോ മടിയുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ അത് ഇതിലേതെങ്കിലും ഒരു കാരണം കൊണ്ടാണ്. ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്കൊരു ഭാരമായി തോന്നുന്നുണ്ടാവും, ഇത് കുറെ ചെയ്യാനുണ്ടല്ലോ എന്നൊക്കെ ഒരു തോന്നൽ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഇഷ്ടമല്ല. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ഡോണ്ട് കെയർ മൈൻഡ് സെറ്റ് ആണ്. ഇത് ചെയ്തിട്ട് ഇപ്പൊ എന്ത് കിട്ടാനാ, എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഇതൊന്നും അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ലേസി ആക്കുന്നത് ഡിസ്ട്രാക്ഷൻസ് കാരണമാണ്. കണ്ടോ, ഒരു പണി എടുക്കാൻ സമ്മതിക്കില്ല. ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോരോ കാര്യങ്ങളും നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യാതെ മാറ്റിവെക്കുന്നത് ഒരു ശീലമാണ്. അതുകൊണ്ട് ടെൻഷനും ഡിപ്രഷനും നിങ്ങളിൽ തന്നെ വിശ്വാസം കുറയാനൊക്കെ കാരണമാകും. അതെങ്ങനെ ഒരു കാര്യം നാളേക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു എന്ന് വെച്ച് ടെൻഷൻ ഉണ്ടാവുക? ഒരു എക്സാമ്പിൾ പറയാം. എക്സാം വരുവാണ്, പഠിക്കാൻ ഒരു മാസം സമയമുണ്ട്. ഒരു മാസമില്ലേ, പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. അങ്ങനെ ദിവസം പോയി ഇനി ഒരു ആഴ്ചയുള്ള എക്സാമിന്, ഒരാഴ്ചയുണ്ടല്ലോ, പിന്നെ നോക്കാം. അങ്ങനെ അവസാനം എക്സാമിന് പഠിക്കാനിരിക്കുന്നത് ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ തലേന്നോ ആയിരിക്കും. അപ്പോൾ നോക്കുമ്പോഴാണെങ്കിലോ ഒരുപാട് പഠിക്കാനുണ്ട്, ടെൻഷൻ അങ്ങനെ കുത്തനെ കയറും. ഇനി ആ എക്സാമിന് തോൽക്കും കൂടെ ചെയ്താലോ അത് വലിയൊരു റിഗ്രറ്റ് ഉണ്ടാക്കും. നേരത്തെ പഠിക്കാൻ തുടങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിക്കും. ഒരു കാര്യവുമില്ല. ഇന്നത്തെ താൽക്കാലിക സുഖത്തിന് വേണ്ടി നാളത്തേക്ക് ഒരു കാര്യം മാറ്റി വെക്കുമ്പോൾ നാളെ ഇത് അതിലും വലിയൊരു തലവേദനയാകും. ഇത് എക്സാമിന്റെ കാര്യം മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ കാര്യവും ഇങ്ങനെയാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇന്നത്തെ കാര്യം ഇന്ന് തന്നെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി ഡിസ്ട്രാക്ഷന്റെ ഒരു കാര്യം പറഞ്ഞു തരാം. ഡിസ്ട്രാക്ഷൻ ജീവിതത്തിന്റെ ഭാഗമാണ്. ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത ഒരു സമയം ജീവിതത്തിൽ ഉണ്ടാകില്ല. അതിന്റെ കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ മനുഷ്യരുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. നമ്മളൊരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ അപ്പം ചെയ്യുന്ന ജോലിയൊക്കെ ഇട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ശരീരം വല്ലതും അപകടത്തിലാണോ എന്ന് നോക്കുന്നതാണ്. പിന്നെ ഏതൊരു മനുഷ്യനും ഒരു കാര്യത്തിൽ തന്നെ കുറെ നേരം ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് പോമോഡോറോ ടെക്നിക്ക് ഉപയോഗിക്കാം. അതായത് അരമണിക്കൂർ വർക്ക് ചെയ്താൽ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാം, പിന്നെ അരമണിക്കൂർ വർക്ക് ചെയ്യാം, 5 മിനിറ്റ് വീണ്ടും റെസ്റ്റ് എടുക്കാം. ഇങ്ങനെ ഇന്റർവെൽ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുക. ഈ റെസ്റ്റ് എടുക്കുന്ന 5 മിനിറ്റ് റിലാക്സ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ്. ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയോ ഒന്ന് നടക്കാൻ പോവുകയോ ചായ കുടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ഫോൺ ഈ സമയത്ത് എടുക്കരുത്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു പഠന റിപ്പോർട്ട് പ്രകാരം ഒരാള് ഫോണിലൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആയാൽ അയാൾ ചെയ്തുകൊണ്ടിരുന്ന വർക്കിലേക്ക് വീണ്ടും വരാൻ 25 മിനിറ്റെങ്കിലും എടുക്കും അത്രേ. അതുകൊണ്ട് റെസ്റ്റ് സമയത്ത് ഒരിക്കലും ഫോൺ ഉപയോഗിക്കരുത്. പിന്നെ പെട്ടെന്ന് നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ ഓടിച്ചെന്ന് എടുക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അതും പൂർണ്ണമായി നമ്മൾ നിർത്തേണ്ടതാണ്. പകരം കോമ്പൗണ്ടിങ് ചെയ്യുക. അതായത് ഇപ്പൊ ചെയ്യുന്ന കാര്യത്തിൽ 100% ഫോക്കസ് ചെയ്യുക. ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ ഫോക്കസ് ചെയ്യുക. അല്ലാതെ രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ നിൽക്കരുത്. ഫോൺ ഉപയോഗിക്കാനായിട്ട് വേറൊരു സമയം മാറ്റി വെക്കുക. ഒരു സമയത്ത് ഒരു ജോലി മാത്രം ചെയ്യുക. അത് നമ്മളെ ഫോക്കസ് കൂട്ടാനും അതേപോലെ ചെയ്യുന്ന ജോലി പെട്ടെന്ന് തീർക്കാനും സഹായിക്കും. ഇതുപോലെ വേറൊരു റിസർച്ച് നടത്തിയിരുന്നു. ഫോൺ പോക്കറ്റിൽ വെച്ചും ഡെസ്കിൽ വെച്ചും ഡ്രോവറിൽ വെച്ചും റൂമിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ടൊക്കെ ഓരോരുത്തരെ കൊണ്ട് പണിയെടുപ്പിച്ചു. ഓരോ തവണ ഫോണ് ദൂരെ ആവുന്നതിനനുസരിച്ച് അവരുടെ ഫോക്കസ് കൂടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഫോൺ റൂമിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയപ്പോൾ ഒരാളുടെ ഫോക്കസ് 26% കൂടി. സോ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഫോണ് ദൂരത്തേക്ക് വെക്കുക. പറ്റുന്നതൊന്നും കയ്യെത്താ ദൂരത്തേക്കെങ്കിലും വെക്കുക. ഇനി നിങ്ങൾ എന്നെ കൊണ്ട് വയ്യ പിന്നെ ആകാമെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാതെ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്, ഒരു ഭാരമായി തോന്നുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ഫിസിക്കലി ടയേർഡാണ്. നമ്മൾ സാധാരണ എന്തെങ്കിലും ചെയ്യാതെ മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കാരണങ്ങൾ വേണം. അത് നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും. എനിക്ക് സുഖമില്ല, ഇന്ന് നല്ല ദിവസമല്ല എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഒരു കാര്യം മാറ്റി വെക്കുന്നത്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനും എന്തെങ്കിലുമൊക്കെ കാരണം വേണം. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരു കാരണം ഇല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഒരു കാരണം കണ്ടുപിടിക്കുക എന്നതാണ്. ഉദാഹരണത്തിന് പഠിക്കുന്ന സമയത്ത് പല കുട്ടികൾക്കും പഠിക്കാൻ താല്പര്യമില്ല. അപ്പോൾ പഠിക്കുന്നത് എന്തിനാണെന്ന് ആലോചിച്ചാൽ മതി. പഠിച്ച് നല്ലൊരു മാർക്കൊക്കെ വാങ്ങിയാൽ നല്ലൊരു സ്കൂളിലൊക്കെ അഡ്മിഷൻ കിട്ടും. അതുപോലെ ഭാവിയിൽ നല്ലൊരു ജോലി കിട്ടാനും സാധ്യതയുണ്ട്. ഇനി ജോലിക്ക് പോകാൻ മടിയുള്ളവർ എന്തിനാ ജോലിക്ക് പോകുന്നതെന്ന് ആലോചിച്ചാൽ മതി. പൈസ ഉണ്ടാക്കാൻ, കുടുംബം നോക്കാൻ, ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ, അങ്ങനെ ഓരോന്ന് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടെത്തുക.
ഇനി ഒരു കാരണം ഇല്ലെങ്കിലോ സ്വയം ഒരു കാരണം ഉണ്ടാക്കുക. പക്ഷെ ജോലി ഒരുപാടുണ്ട് എന്ന് തോന്നിയിട്ടാണ് മടി കാണിക്കുന്നതെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നമുക്കൊരു കാര്യം ചെയ്ത് തുടങ്ങാനേ പണിയുള്ളൂ. ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ആ ഫ്ലോക്ക് അങ്ങ് പൊക്കോളും. ഒരു കാര്യം മൊത്തമായിട്ട് നോക്കുമ്പോൾ അത് വലിയ പണിയായി തോന്നും. ഉദാഹരണത്തിന് പഠിക്കുന്ന എക്സാമ്പിൾ തന്നെ എടുക്കാം. 10 പാഠം പഠിക്കാനുണ്ട് നോക്കുമ്പോൾ അത് വലിയ പണിയായിരിക്കും. പക്ഷെ 1 മണിക്കൂറിൽ 1 പാഠമെന്നോ അല്ലെങ്കിൽ ഒരു ദിവസം 1 പാഠം എന്നൊക്കെ നോക്കുമ്പോൾ അത് അത്ര ഭാരമായി തോന്നില്ല. അങ്ങനെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നുന്ന ജോലി ഇതുപോലെ ചെറിയ ടാസ്കുകളായിട്ട് മുറിക്കുക. അപ്പോൾ ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാകും. എന്നിട്ട് ആദ്യ ടാസ്ക് പെട്ടെന്ന് ചെയ്യുക, ബാക്കി ചെയ്യാനുള്ളത് അതിന്റെ കൂടെ തുടരെ നടന്നോളൂ. ചിലപ്പോൾ നിങ്ങൾ ശരിക്കും ഫിസിക്കലി ടയേർഡ് ആയിരിക്കും, അതുകൊണ്ടാണ് വർക്ക് ചെയ്യാൻ പറ്റാത്തത്. എപ്പോഴും ടയേർഡ് ആയിരിക്കുന്നവർ പൊതുവെ മടിയന്മാരാകും. അതിനും വഴിയുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ സ്വഭാവം എന്താന്ന് വെച്ചാൽ നമ്മൾ എനർജി ഉപയോഗിച്ചില്ലെങ്കിൽ അത് ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടില്ല. സോ നമ്മൾ എനർജി ഉപയോഗിക്കണം, എങ്കിലേ നമ്മൾ എനർജറ്റിക് ആയിരിക്കുള്ളൂ. അതിന് നമുക്ക് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട്ഡോർ ഗെയിംസ് കളിച്ചാലും മതിയാകും. നമ്മുടെ ശരീരത്തിലെ എനർജി യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ആവും. അതാണ് ശരീരത്തിന്റെ ഒരു മെക്കാനിസം. മാത്രമല്ല ഈ എക്സസൈസ് കോൺസെൻട്രേഷൻ കൂട്ടും, അപ്പോൾ പെട്ടെന്നും ഡിസ്ട്രാക്റ്റഡ് ആവുകയും ഇല്ല. ആൻഡ് പ്രോപ്പറായിട്ട് ഉറങ്ങാനും ശ്രദ്ധിക്കണം. ശരീരത്തിന് വേണ്ട 7-8 മണിക്കൂർ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. 1-2 ദിവസമല്ല, ഡെയിലി. പിന്നെ ചിലരുടെ മൈൻഡ് സെറ്റ് തന്നെ ഇങ്ങനെയാണ്, എന്താപ്പോ വർക്കൊക്കെ ചെയ്തിട്ട് വെറുതെ ഇരിക്കുന്നതല്ല സുഖം. അല്ല, വെറുതെ ഇരിക്കുന്നതല്ല സുഖം. വർക്ക് ചെയ്യുമ്പോൾ ജീവിതം കുറച്ചും കൂടെ സന്തോഷമുള്ളതും സമാധാനമുള്ളതും ആവും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇന്നത്തെ ജോലി ഇന്ന് തന്നെ ചെയ്ത് തീർത്താൽ നാളെ പേടിക്കേണ്ടി വരില്ല. ഇന്നത്തെ ജോലി ഇന്ന് തീർന്നില്ലെങ്കിലോ നാളത്തും കൂടി ചേർത്ത് ഒരുമിച്ച് ചെയ്യേണ്ടി വരും. ഞാൻ മടിയനാണ്, എനിക്ക് ജോലി ചെയ്യാനുമില്ല, പഠിക്കാനുമില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഡെവലപ്മെന്റ് നടത്താം. സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് അറിവ് നേടിയിട്ടും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തിയിട്ടും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സെൽഫായി ഡെവലപ്പ് ആക്കാവുന്നതാണ്. അത് പതിയെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പിന്നെ ചിലർക്ക് എത്ര പറഞ്ഞാലും ഈ ബുക്ക് വാങ്ങുന്നതിന്റെ ലോജിക്ക് മനസ്സിലാവില്ല. അവരൊരു ഷൂ വാങ്ങാൻ 2000-3000 രൂപ സ്പെൻഡ് ചെയ്യും, പക്ഷെ ഒരു ബുക്ക് വാങ്ങാൻ 200 രൂപ കൂടെ സ്പെൻഡ് ആകൂല. ഈ ഷൂ എന്ന് പറഞ്ഞ സാധനത്തിനൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, ഒരു കാലാവധി ഉണ്ട്. പക്ഷെ ഒരു ബുക്കിലെ അറിവ് ഒരിക്കലും നശിക്കില്ല. ബുക്കിൽ കിട്ടുന്ന ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ അത് നമുക്ക് മരണം വരെ ഉപകാരപ്പെടും. ആ അറിവ് നമ്മൾ വേറൊരാൾക്ക് പകർന്നു കൊടുത്താൽ അയാൾക്കും അത് ഉപകാരപ്പെടും. അങ്ങനെ അത് കൈമാറി ഈ അറിവ് ഇങ്ങനെ നശിക്കാതെ തുടർന്നുകൊണ്ടിരിക്കും. ബുക്ക് വാങ്ങുന്നത് വായിക്കുന്നത് എന്നൊരു വർത്താണ്. വാങ്ങിച്ച ബുക്ക് വായിച്ചില്ലെങ്കിൽ മാത്രമേ അത് പൈസ നഷ്ടമാവുന്നുള്ളൂ. എന്ന് വെച്ചാൽ അതൊരു ബുക്ക് തന്നെ ആവണമെന്നില്ല. ഇതുപോലെ നോളജ് തരുന്ന വീഡിയോ കണ്ടാലും മതി. ഒരു നല്ലൊരു അഡ്വൈസോ ഒരു നല്ലൊരു അറിവോ ഒരു വീഡിയോന്നോ ബുക്കെന്നോ കിട്ടിയാൽ മതി, നിങ്ങളുടെ സമയം മുതലായിട്ടുണ്ട്. നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ജീവിതകാലം മുഴുവൻ ഉപകാരപ്പെടും. ആരോഗ്യമില്ലാതെ സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? സോ ഫിസിക്കലി എക്സസൈസ് ചെയ്യുക, മെന്റലി സ്ട്രോങ് ആവാൻ അറിവ് നേടുക, ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക. നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് രാത്രി തന്നെ പ്ലാൻ ചെയ്തു വെക്കുന്ന ശീലം നല്ലതാണ്. അപ്പോൾ നമ്മൾ നാളെ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് സമയവും കളയില്ല. ഡിസിഷൻ മേക്കിംഗ് ഫറ്റീഗും വരില്ല. ഡിസിഷൻ മേക്കിംഗ് ഫറ്റീഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഒരു മസിലാണ്. അതിനെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ ടയേർഡ് ആവും. അതുകൊണ്ട് നമുക്ക് നല്ല ഡിസിഷൻസ് എടുക്കാനും പറ്റില്ല, കോൺസെൻട്രേഷനും കിട്ടില്ല. അതുകൊണ്ട് നാളെ എന്ത് ചെയ്യണമെന്ന് ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് വെച്ചാൽ അതനുസരിച്ച് പ്രവർത്തിച്ചു പോകാം. കൂടുതൽ ബ്രെയിൻ പവർ കുറക്കണ്ട, കോൺസെൻട്രേഷനും കിട്ടും. ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൽ എന്നും ചെയ്ത് മടി എന്ന ശീലം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ശരിക്കും ആരും കംപ്ലീറ്റ് മടിയന്മാരൊന്നും അല്ലെന്നേ. ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പണിയാണ്. ഇന്ന് രാവിലെ എണീറ്റ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലേ? മടിയനല്ലാത്ത പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവാനായിരിക്കും. കാരണം ആൾ ജീവിതത്തിൽ ഉയരങ്ങളിലെത്തും. സാധാരണക്കാരെക്കാളും കൂടുതൽ അറിവ് നേടുന്ന ആൾ ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ആൾക്ക് കൂടുതൽ സമ്പാദിക്കാനും പറ്റും.